ഹായ് എവരിവൺ, സിവിൽ സർവീസ് മലയാളത്തിൻ്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ എക്കോണമിയെ പറ്റിയാണ്. ഇന്ത്യൻ എക്കോണമി ആൻഡ് ഓവർവ്യൂ. UPSC സിവിൽ സർവീസ് എക്സാം, KS എക്സാമുകളിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ഒഴിച്ചുകൂടാനാത്തൊരു ടോപ്പിക്കാണ്. പ്രിലിംസിനായാലും മെയിൻസിനായാലും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് എക്കണോമിക്സ് എന്നുള്ളത്. കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതൊരു ഓപ്ഷണൽ സബ്ജക്റ്റ് കൂടിയാണ്. മെയിൻസ് പരീക്ഷകൾക്ക് ഓപ്ഷണൽ സബ്ജക്റ്റ് കൂടിയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ എക്കോണമിയെ പറ്റിയാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ്, ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ട് അതിനൊരു ഇൻട്രൊഡക്ഷൻ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ത്യൻ എക്കോണമിയിലോട്ട് കിടക്കാം. ദ ടേം എക്കണോമിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഒയ്ക്കണോമിക്സ്. ഒയ്ക്കണോമിക്സ് എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് എക്കണോമിക്സ് എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഒയ്ക്കണോമിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. ഗ്രീക്ക് പദമായ ഒയ്ക്കണോമിക്സിൽ നിന്നുമാണ് എക്കണോമിക്സ് എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, വാട്ട് ഈസ് എക്കണോമിക്സ്? ഇൻ സിംപ്ലി, എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ് ദാറ്റ് സ്റ്റഡീസ് ദ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധന സേവനങ്ങളുടെ ഉൽപ്പാദനം, വിതരണം, അവയുടെ ഉപഭോഗം തുടങ്ങിയ പ്രവർത്തനങ്ങളെപ്പറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പ്രക്രിയകളെപ്പറ്റി മൊത്തത്തിൽ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എക്കണോമിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ. മാനുഫാക്ചറിങ് ഓഫ് എ പ്രോഡക്റ്റ്. ഇൻ ദ പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് ഓഫ് എ പ്രോഡക്റ്റ്, മെയിൻലി there are three major processes. First one is production, second one distribution, and third one is consumption. In between all these processes, there are some economical transactions involved in it. For example, producers and distributors, and in between distributors and consumers. From this simple example, we can find out a lot of economical transactions. Father of economics, ആദം സ്മിത്ത്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആദം സ്മിത്തിനെയാണ്. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ടെക്സ്റ്റാണ് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ്. 1776 ഈ ടെക്സ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. ആൻഡ് ഹീ ഈസ് പ്രൊപ്പൗണ്ടഡ് ദ തിയറി ഓഫ് ലെയ്സസ് ഫെയർ. ലെയ്സസ് ഫെയർ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആഡം സ്മിത്താണ്. ഫാദർ ഓഫ് ഇന്ത്യൻ എക്കോണമി, ദാദാഭായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആദം സ്മിത്ത് എന്നറിയപ്പെട്ടതുപോലെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടത് ദാദാഭായ് നവറോജിയാണ്. ഹീ പ്രൊപ്പോസ്ഡ് ദ ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി ത്രൂ ഹിസ് ബുക്ക് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. മറ്റൊരു പുസ്തകമാണ് ദ മാനേഴ്സ് ആൻഡ് കസ്റ്റംസ് ഓഫ് ദ പാഴ്സീസ്. He is considered as Grand Old Man of India and unofficial ambassador of India. ദാദാഭായ് നവറോജിയെക്കുറിച്ചുള്ള മറ്റു ചില വിവരങ്ങൾ കൂടി. രാസ്ത് ഗുഫ്താർ, ദ ട്രൂത്ത് ടെല്ലർ, വാസ് an Anglo-Gujarati paper operating in Bombay that was started in 1854 by ദാദാഭായ് നവറോജി and കർഷഡ്ജി കാമ. ഇത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് PC മഹലനോബിസ്. പ്രശാന്ത ചന്ദ്ര മഹലനോബിസ്, നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഫാദർ ഓഫ് ഇന്ത്യൻ ബജറ്റ്. ഇന്ത്യൻ ബജറ്റിൻ്റെയും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും പിതാവായിട്ട് കണക്കാക്കുന്ന വ്യക്തിയാണ് PC മഹലനോബിസ്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയിട്ടുള്ള June 29 ഈസ് സെലിബ്രേറ്റഡ് ആസ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ. June 29 അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. അത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയിട്ട് ഇന്ത്യയിൽ ആചരിച്ചു പോരുന്നു. ബാക്ക് ടു എക്കണോമിക്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കണോമിക്സ്. Economics can be mainly classified into microeconomics and macroeconomics, in which microeconomics means study on the behavior of individuals and firms.
വ്യക്തികളുടെയോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെയോ സാമ്പത്തിക പ്രവർത്തനങ്ങളെപ്പറ്റി മാത്രം പഠിക്കുന്നതിനെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു വർഷത്തെ ബജറ്റ് അല്ലെങ്കിൽ അവരുടെ സെയിൽസ് ഗ്രോത്ത് എക്സെട്ര. ഇൻ ദ കേസ് ഓഫ് മാക്രോ എക്കണോമിക്സ് വിച്ച് സ്റ്റഡി ദ ബിഹേവിയർ ഓഫ് ദ എക്കോണമി ആസ് എ ഹോൾ, ഒരു എക്കോണമിയുടെ മുഴുവൻ എടുത്ത് പഠിക്കുന്നുവെങ്കിൽ അതിനെയാണ് മാക്രോ എക്കണോമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ, ഒരു രാജ്യത്തിൻ്റെ ഒരു വർഷത്തെ ബജറ്റ് അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എക്സെട്ര. ഇനി മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ള ഗ്രീക്ക് വേർഡായ മൈക്രോസ് എന്നുള്ളതാണ്, മീനിങ് സ്മോൾ എന്നുള്ളതാണ്. മൈക്രോ എക്കണോമിക്സ് സ്റ്റഡീസ് എക്കണോമിക് റിലേഷൻഷിപ്പ് ഓർ എക്കണോമിക് പ്രോബ്ലംസ് അറ്റ് ദ ലെവൽ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ആൻ ഇൻഡിവിജ്വൽ ഫേം, ആൻ ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ് ഓർ ആൻ ഇൻഡിവിജ്വൽ കൺസ്യൂമർ. അതായത് ഒരു ഇൻഡിവിജ്വലിനെയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഫേമിനെയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമറിൻ്റെയോ എക്കണോമിക് റിലേഷൻസിനെ പറ്റിയോ അല്ലെങ്കിൽ എക്കണോമിക് പ്രോബ്ലംസിനെ പറ്റിയോ മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ അതിനെയാണ് മൈക്രോ എക്കണോമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ, സ്റ്റഡി ഓഫ് ടിസ്കോയെ പറ്റി പഠിക്കുന്നുവെങ്കിൽ അതൊരു മൈക്രോ എക്കണോമിക്സ് ആണ്. ഇനി മാക്രോ എക്കണോമിക്സിനെ പറ്റി പരിശോധിക്കുകയാണെങ്കിൽ ദ വേർഡ് മാക്രോ എക്കണോമിക്സ് ഈസ് ഡെറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് മാക്രോസ് വിച്ച് മീൻസ് ലാർജ്. Macro economics studies economic relationships or economic problems at the level of the economy as a whole. ഒരു എക്കോണമിയെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ എക്കോണമിയെ മുഴുവനായിട്ടും എടുത്ത് അതിൻ്റെ എക്കണോമിക് പ്രോബ്ലംസിനെയോ എക്കണോമിക് റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കുന്നതിനെയാണ് മാക്രോ എക്കണോമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സ്റ്റഡി ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ എ കൺട്രി, ഇൻഫ്ലേഷൻ ഇൻ എ കൺട്രി, പെർ ക്യാപിറ്റ ഇൻകം ഓഫ് എ കൺട്രി എക്സെട്ര. ഒരു രാജ്യത്തിൻ്റെ തൊഴിലില്ലായ്മ അല്ലെങ്കിൽ ആ രാജ്യത്തെ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം എക്സെട്ര ഇതിന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് ഇന്ത്യൻ എക്കോണമിയിലേക്ക് കിടക്കാം. ഇന്ത്യൻ എക്കോണമിയിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക്കൽ കണ്ടീഷൻസ് ഇൻ പ്രീ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. സ്വാതന്ത്ര്യത്തിന് മുന്നേയുള്ള ഇന്ത്യയുടെ സാമ്പത്തിക രംഗം എങ്ങനെയായിരുന്നു, ബ്രിട്ടീഷ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഇൻ ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് 17th centuries AD, India is one of the largest economy of the world, possessing 1/3 to 1/4 of world's wealth. AD 1 മുതൽ 17-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ലോകസമ്പത്തിൻ്റെ 1/3 മുതൽ 4/1 ഭാഗം വരെ ഇന്ത്യൻ സമ്പത്തായിരുന്നു. അത്രത്തോളം സമ്പത്തുണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ദ GDP ഓഫ് ഇന്ത്യ ഇൻ ദ 16th century വാസ് എസ്റ്റിമേറ്റഡ് അറ്റ് അബൌട്ട് 25.1% ഓഫ് വേൾഡ് എക്കോണമി. 16-ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വേൾഡ് എക്കോണമിയുടെ 25.1% തേർഡ് വൺ, the ruthless exploitation of British devastated India's economy completely. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ഇന്ത്യൻ സമ്പത്തിനെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യൻ എക്കോണമി പൂർണ്ണമായിട്ടും തകരുവാൻ തുടങ്ങി. Then all these exploited wealth were transferred to England by Britishers. Then Indian economy became backward, stagnant and non-vibrant. ലോകസമ്പത്തിൻ്റെ 1/3 മുതൽ 4/1% വരെ കൈയാളിയിരുന്ന ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന് അതോടുകൂടി പിറകിലോട്ട് പോകേണ്ടി വന്നു. വളർച്ചാ നിരക്ക് കുറയുവാനും തുടങ്ങി, വളർച്ച മന്ദഗതിയിലാകാനും തുടങ്ങി. ലോ പ്രൊഡക്ടിവിറ്റി, റെക്കറിംഗ് ഫെമൈൻസ്, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ലോ ക്വാളിറ്റി ഓഫ് ലൈഫ് വർ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് എക്കോണമി. ഈ സമയത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ എക്കോണമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഉൽപ്പാദനക്കുറവ്, തുടർച്ചയായി ഉണ്ടാകുന്ന ക്ഷാമം, തൊഴിലില്ലായ്മ, തൊഴിൽ ലഭ്യതക്കുറവ്, ജീവിത നിലവാരത്തിൻ്റെ കുറവ് തുടങ്ങിയവയായിരുന്നു. നെക്സ്റ്റ്, നോ ഇമ്പോർട്ടൻസ് വാസ് ഗിവൺ ടു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് 18th and 19th centuries, while rapid industrialization in Western countries. പാശ്ചാത്യ രാജ്യങ്ങളിൽ വ്യവസായവൽക്കരണം വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചപ്പോൾ ഇന്ത്യയിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് യാതൊരുവിധ ഇമ്പോർട്ടൻസും കിട്ടിയില്ല. ബ്രിട്ടീഷ് കൺസിഡേർഡ് ഇന്ത്യ ആസ് എ ലുക്രേറ്റീവ് സോഴ്സ് ഓഫ്
raw materials, and a market destination for finalized goods. ഇന്ത്യയെ ബ്രിട്ടീഷുകാർ കണ്ടത് അവരുടെ ഉൽപ്പന്നങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കൾ കണ്ടെത്തുന്ന ലാഭകരമായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ്. കൂടാതെ ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള മാർക്കറ്റ് ഡെസ്റ്റിനേഷനായും ഇന്ത്യയെ കണക്കാക്കി. The British government was looting Indian resources and wealth from India to England. India did not get an adequate economic, commercial or material return. ഇന്ത്യയിൽ നിന്നുള്ള സമ്പത്ത് മുഴുവനും ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിലോട്ട് മാറ്റി. അതിനാൽ തന്നെ സാമ്പത്തികപരമോ വാണിജ്യപരമോ ഉൽപ്പാദനപരമോ ആയിട്ടുള്ള നേട്ടങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ല. This constant flow of wealth and material from India to Britain was described as drain of wealth from India by ദാദാഭായ് നവറോജി. ഇത്തരത്തിൽ സാമ്പത്തിക ചൂഷണം നടത്തി ഇന്ത്യയുടെ സമ്പത്ത് മുഴുവനും ഇംഗ്ലണ്ടിലോട്ട് ബ്രിട്ടീഷുകാർ മാറ്റിയതിനെതിരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ദാദാഭായ് നവറോജി എഴുതിയതായിരുന്നു ഡ്രെയിൻ ഓഫ് വെൽത്ത് ഫ്രം ഇന്ത്യ. നെക്സ്റ്റ്, എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിൻ്റെ നാൾവഴികൾ. 1757 to 1947 ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ. 1757 മുതൽ 1947 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. ആയതിനാൽ തന്നെ ഇന്ത്യൻ എക്കോണമിയിലെ നിയന്ത്രണങ്ങളും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും ബ്രിട്ടീഷുകാരിൽ നിക്ഷിപ്തമായിരുന്നു. അതിനാൽ ഈ ഒരു എക്കോണമിക് കാലഘട്ടത്തെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ എന്ന് വിളിക്കാം. നെക്സ്റ്റ്, 1947 to 1969 Socialist pattern or Nehruvian era. In this period, Nehru held the post of Prime Minister until his death in 1964. 1947 മുതൽ 1969 വരെയുള്ള കാലഘട്ടം സോഷ്യലിസ്റ്റ് പാറ്റേൺ അല്ലെങ്കിൽ നെഹ്റുവിൻ എറ എന്നറിയപ്പെടുന്നു. ഈ കാലഘട്ടത്തിലായിരുന്നു ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത്. 1967 മരിക്കുന്നതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. He implemented moderate socialist economic reforms and committed India to a policy of industrialization. സോഷ്യലിസ്റ്റ് എക്കോണമിയായിരുന്നു നെഹ്റു ഈ കാലഘട്ടത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നത്. കൂടാതെ വ്യാവസായികവൽക്കരണത്തിനുള്ള നയരൂപീകരണത്തിനും അദ്ദേഹം മുൻതൂക്കം നൽകി. നെക്സ്റ്റ്, 1969 to 1980 നാഷണലൈസേഷൻ എറ. 1969-1980 കാലഘട്ടങ്ങളിൽ ബാങ്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ ദേശസാൽക്കരണം നടന്നു. ആയതിനാൽ ഈ കാലഘട്ടത്തെ നാഷണലൈസേഷൻ എറ എന്നറിയപ്പെടുന്നു. 1980 to 1990 പാർഷ്യൽ ലിബറലൈസേഷൻ. ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, ഇന്ത്യ ഗവൺമെൻറ് ടേക്ക് ലിബറലൈസ്ഡ് പോളിസീസ്. 1980 മുതൽ 1990 വരെയുള്ള കാലഘട്ടം പാർഷ്യൽ ലിബറലൈസേഷൻ എന്നറിയപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെൻറ് വ്യവസായങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി നിയമങ്ങൾ ഭാഗികമായി ലഘൂകരിക്കുകയുണ്ടായി. ആയതിനാൽ ഈ കാലഘട്ടത്തെ പാർഷ്യൽ ലിബറലൈസേഷൻ എന്നറിയപ്പെടുന്നു. 1991 to 2000 LPG or ന്യൂ എക്കണോമിക് പോളിസി പീരിയഡ്. 1991 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിൽ LPG ന്യൂ എക്കണോമിക് പോളിസിയും ഇംപ്ലിമെൻ്റ് ചെയ്തതിനാൽ ഈ കാലഘട്ടത്തെ LPG or ന്യൂ എക്കണോമിക് പോളിസി പീരീഡ് എന്നറിയപ്പെടുന്നു. 1991 കാലഘട്ടത്തിൽ PV നരസിംഹറാവു മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്നു മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യയിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നിവയ്ക്ക് തുടക്കം കുറിച്ചത്. ഇത്തരം പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉണ്ടായതോടുകൂടി ഇന്ത്യൻ എക്കോണമി കുതിച്ചുയരാൻ തുടങ്ങി. 2001 to 2007 ഇറ്റ് വാസ് എ സ്റ്റേജ് ഓഫ് നിയോ ലിബറലിസം. 2001 മുതൽ 2007 വരെയുള്ള കാലഘട്ടത്തെ നിയോ ലിബറലിസം എന്നറിയപ്പെടുന്നു. വാട്ട് ഈസ് നിയോ ലിബറലിസം? ഇറ്റ് ഈസ് ദ 20th century resurgence of 19th century ideas associated with laissez-faire economic liberalism and free market capitalism. The term is rarely used by proponents of free market policies.
ആദം സ്മിത്തിൻ്റെ ലേസസ് ഫെയർ എക്കണോമിക് ലിബറലിസം എന്ന ആശയത്തെ പിന്തുടർന്ന് 19-ാം നൂറ്റാണ്ടിലുണ്ടായിട്ടുള്ള സാമ്പത്തിക ആശയങ്ങളെ ഒന്നുകൂടി നവീകരിച്ച് കൊണ്ടുവന്നതായിരുന്നു നിയോ ലിബറലിസം എന്ന ആശയം, അഥവാ ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലിസം. 2008 to 2010 ഫിനാൻഷ്യൽ ക്രൈസിസ് ഓർ എക്കണോമിക് മെൽഡൗൺ. 2008-2010 കാലഘട്ടത്തിൽ യൂറോപ്പ്, അമേരിക്കൻ രാജ്യങ്ങളിലുണ്ടായ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പ്രതിഫലനം ഇന്ത്യയിലും ഉണ്ടായി. 2010 ഓൺവേർഡ്സ് മൈൽഡ് റിക്കവറി ഫ്രം ദ ക്രൈസിസ്. 2010 മുതൽ ഇന്ത്യൻ സാമ്പത്തിക രംഗം വീണ്ടും ഉയർച്ചയിലേക്ക് കുതിക്കുവാൻ തുടങ്ങി. സിവിൽ സർവീസ് മലയാളത്തിൻ്റെ ആദ്യ എക്കണോമിക് ക്ലാസ് ആയിരുന്നു ഇത്. ബിഗിനേഴ്സിന് പ്രാധാന്യം നൽകിക്കൊണ്ടുകൂടിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. സംശയങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻറ്റ് ബോക്സിലിടുക. UPSC, KS, കേരള PSC മത്സര പരീക്ഷകൾക്കുള്ള ക്ലാസ്സുകൾക്കായി തുടർന്നും ഞങ്ങളുടെ ചാനൽ കാണുക.